السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال له ربه أسلم قال أسلمت لرب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരൻ, പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയാവണ്ണം ജീവിതത്തിൽ പകർത്തി മുഅ്മിനീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിച്ചു മരിക്കുന്നതിനു വേണ്ടി അധ്വാനിക്കുകയും നിരന്തരമായി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നവർ എല്ലാവരെയും ഉണർത്തുകയാണ്, എല്ലാവരോടുമായി ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുക. കേരളീയ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് ബലിപെരുന്നാൾ ഇന്ന് ആഘോഷിച്ചു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പരിശുദ്ധ ഇസ്ലാം വിശ്വാസികൾക്ക് 2 ആഘോഷ ദിനങ്ങളാണ് അനുവദിച്ച് നൽകിയത്. ഈ ആഘോഷ ദിനങ്ങൾ ലോകത്തുള്ള എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളും സന്തോഷത്തോടുകൂടി ധന്യമായി തന്നെ ആചരിക്കണം, ആഘോഷിക്കണം എന്ന നിർബന്ധമുണ്ട് ദീനിൽ. അതുകൊണ്ട് ആഘോഷം എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്ന് വിശ്വാസികളായ ആളുകൾ ആ ദിനങ്ങളിൽ അതിനു മുമ്പ് തന്നെ പ്രത്യേകമായി വരുത്തുന്നു എന്നതാണ്. ബലിപെരുന്നാളിന്റെ സന്ദേശം പുതിയ കാലത്ത് വളരെ പ്രസക്തമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനെ സർവാത്മന ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കിയ മഹാനുഭാവനായ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, പ്രിയ പത്നി ഹാജർ റളിയല്ലാഹു തആല, ഈ 3 വ്യക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം ജീവിതം കൊണ്ട് റഹ്മാനായ റബ്ബിന് പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിക്കുന്നതിൽ വിജയിച്ചു എന്നതാണ്. കേവലമായ വിജയമല്ല, ആത്യന്തികമായ വിജയമായിരുന്നു അത്. അതാണ് ഖുർആൻ അവിടെ ത്വര്യപ്പെടുക. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമെ നീ കീഴ്പ്പെടണമെന്ന് അദ്ദേഹത്തോട് റബ്ബ് പറഞ്ഞപ്പോഴെല്ലാം, അതല്ലെങ്കിൽ പറഞ്ഞ സന്ദർഭത്തിൽ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ലോകരക്ഷിതാവായ അല്ലാഹുവിന് പൂർണ്ണാർത്ഥത്തിൽ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് ആ പ്രഖ്യാപിക്കപ്പെടുന്ന, പറയപ്പെടുന്ന അതേ സമയത്ത് തന്നെ സാവകാശമില്ലാതെ, കാത്തിരിക്കേണ്ടി വരാതെ, എന്താണോ പടച്ചവൻ ആവശ്യപ്പെടുന്നത് ആ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതം കൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നതാണ്.
പലപ്പോഴും അദ്ദേഹം ഏറ്റെടുത്തതായ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. പലപ്പോഴും അത് സൗകര്യമുള്ള കാര്യങ്ങളായിരുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറെ നാളത്തെ പ്രാർത്ഥനയിൽ നിന്നുണ്ടായ പ്രിയപുത്രൻ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്താണത്? ഇത് ഖാല റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എന്റെ റബ്ബേ എനിക്ക് നീ സുകൃതികളായ സന്താനങ്ങളിൽ നിന്ന് ദാനമായി നൽകണമേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം വരെ, അതല്ലെങ്കിൽ അതിന്റെ അല്പം മുന്നാലെയുള്ള സമയം വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഒരു സന്താനത്തെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നത്. ഖുർആൻ അത് പറഞ്ഞു വെച്ചു, വിവേകമുള്ള നല്ല ഒരു സന്താനത്തെ കൊണ്ട് ആ പ്രാർത്ഥനക്ക് പടച്ചവൻ ഉത്തരം നൽകി എന്ന്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു കുടുംബമായി രൂപപ്പെട്ട് അങ്ങനെ വരുന്ന സമയത്താണ് ആ മകനെയും അവരുടെ മാതാവിനെയും യാതൊരു, ഖുർആനത് പ്രയോഗിച്ചിരിക്കുന്നത് യാതൊരു കൃഷിയോ ജനവാസമോ ഇല്ലാത്ത ഒരു ഇടത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നാണ്. ഇബ്രാഹിം നബി അതേ രൂപത്തിൽ അത് നിർവഹിക്കുകയാണ്. അവിടെ കൊണ്ടുചെന്നാക്കി തിരിഞ്ഞു നടക്കുമ്പോൾ ഹാജറിന്റെ പ്രസക്തമായ ചോദ്യമുണ്ട്, താങ്കൾ പോവുകയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിശബ്ദനായി നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരിഞ്ഞു നടക്കുകയാണ്. വീണ്ടും ചോദിച്ചു, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്? അദ്ദേഹം തിരിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ. അവരോട് അവരെന്താ പറയുന്നത്? എന്നാൽ എന്റെ റബ്ബ് ഞങ്ങളെ കൈയൊഴിയുകയില്ല, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളെ ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കുകയാണ്. എവിടെയാണ് കൊണ്ടാക്കുന്നത് നമുക്കറിയാം. ഒന്നുമില്ലാത്ത ഒരിടത്ത് പ്രിയപ്പെട്ട പുത്രനെ, പ്രിയപ്പെട്ട ഭാര്യയെ നിവസിപ്പിച്ചുകൊണ്ട് പടച്ചവന്റെ നിർദ്ദേശപ്രകാരം തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിം, അദ്ദേഹത്തോട് നീ അസ്ലിം എന്ന് പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം അത് ഏറ്റെടുത്തു എന്നാണ് ഖുർആൻ. ഒന്നാമത് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഏറെ നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും അവിടെ തിരിച്ചെത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത നിർദ്ദേശം ഉണ്ടാകണം. എന്താണ്? ആ കുഞ്ഞുമോനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണം ചെയ്യണം, ബലിയായി നൽകണമെന്നാണ്. സ്വപ്നബി കണ്ട കാര്യം മകനോട് വിളിച്ചു വരുത്തി പറഞ്ഞപ്പോ, എന്റെ പിതാവേ, താങ്കളോട് പടച്ചവൻ എന്താണ് കൽപ്പിച്ചിരിക്കുന്നത് അപ്രകാരം ചെയ്തു കൊള്ളുക എന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന പ്രിയപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ലോകത്തിന്റെ മുമ്പിൽ പടച്ചവന്റെ കൽപ്പന എന്തായിരുന്നാലും ഏറ്റെടുക്കേണ്ടതാണ് എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യായത്തിന് സാക്ഷിയായി ലോകം നിലനിൽക്കുന്ന കാലത്തോളം ആ പ്രവാചകൻ ഉണ്ടാകുമെന്ന് ഈ പെരുന്നാളിന്റെ പുലരിയിൽ പ്രിയപ്പെട്ടവരെ ഓരോ വർഷങ്ങളിലും നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹുവിന്റെ തീരുമാനം എന്തായിരുന്നാലും നമുക്കറിയാം, സംസമിന്റെ ചരിത്രം കൂടി ഈ കുടുംബവുമായി പ്രിയപ്പെട്ട ഹാജറും ഇസ്മായിൽ അലൈഹി വസ്സലാം അവർ രണ്ടുപേരുമായി ചേർന്ന് നിൽക്കുകയാണ്. വിജനമായ ദേശത്ത് കരുതി വെച്ച വെള്ളം അത്രയും തീർന്നു പോയപ്പോൾ വെള്ളം അന്വേഷിച്ചുകൊണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ, കുന്നുകൾക്കിടയിൽ, സഫാ മർവയ്ക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹാജർ ലോകാവസാനം വരെ വിശ്വാസം കാത്തുവെക്കുന്ന വിശ്വാസികൾക്ക് അനുവർത്തിക്കുവാനുള്ള ആചാരമായി കണ്ട് ഉംറയുടെയും ഹജ്ജിന്റെയും ഭാഗമായി കൊണ്ട് ആ സഅയ് എന്നും അവിടെ നിലനിൽക്കുകയാണ്. ഇസ്ലാം ഉള്ള കാലത്തോളം, കഅബയും ഹറമും ഒക്കെ നിലനിൽക്കുന്ന കാലത്തോളം അത് അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിക്കുക എന്നതാണ്. എല്ലാ അർത്ഥത്തിലും ദീനിൽ പ്രവേശിക്കുക എന്നത് തന്നെയാണ് മതത്തിന്റെ ആത്യന്തികമായ അന്തസാരമെന്ന് ജീവിതം കൊണ്ട് ഉൾക്കൊണ്ട ശ്രദ്ധേയരായ 3 വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നെയും ആളുകൾ ആ കുടുംബത്തിൽ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബവും അവർ ഉൾക്കൊണ്ട ആദർശവും ലോകത്തിന്റെ മുമ്പിൽ എല്ലാ കാലത്തും ഉയർന്നു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ പെരുന്നാളുകളും
നമുക്ക് നൽകുന്ന സന്ദേശമെന്ന നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു പോരുന്ന, അതാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം. അവിടെ നാട്ടി നിർത്തപ്പെട്ട, ഉണ്ടാക്കി വെക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ പ്രതിഷ്ഠകളെയും ഒറ്റ വാക്കിൽ തന്നെ നിഷേധിച്ചുകൊണ്ട്, ഇവയൊന്നും തന്നെ സൃഷ്ടാവല്ല, ആരാധ്യരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, യഥാർത്ഥ സൃഷ്ടാവ് സർവേശ്വരനായ പടച്ചവനാണ്, അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദർശം നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടി നിരന്തരമായി ശ്രമിക്കുന്ന വലിയ ഒരു മനുഷ്യൻ, ആദർശ പിതാവ്. ആ ആദർശ പിതാവിന്റെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് ശ്രദ്ധേയമായ മതങ്ങളൊക്കെയും നിലകൊള്ളുമ്പോൾ എന്തുമാത്രം ധന്യമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതമെന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പെരുന്നാളിന്റെ ദിനത്തിലും നമ്മുടെ ആഘോഷത്തിന്റെ പാരമ്യതയിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്കറിയാം, അയ്യാം തശ്രീഖിന്റെ നാളുകളിൽ അത്രയും വിശ്വാസികളുടെ സമൂഹം അവരുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദർശമുണ്ട്. ആരാധനായി പടച്ചവനല്ലാതെ ആരുമില്ല, ഒന്നുമില്ല. അല്ലാഹുവേ, നീയാണ് വലിയവനായിട്ടുള്ളത്. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ പലതുമുണ്ട്. നമ്മുടെ ജീവിതമുണ്ട്, നമ്മുടെ അധ്വാനമുണ്ട്, നമ്മുടെ സമ്പത്തുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട്, അങ്ങനെ ഏറെയേറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുണ്ട്. എന്നാൽ ഒരു വിശ്വാസി കലർപ്പില്ലാതെ കണ്ട് പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹുവേ, നീയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയവനായിട്ടുള്ളത്. പെരുന്നാളിന്റെ അന്ന് മാത്രമല്ല, നമ്മൾ നിർവഹിക്കപ്പെടുന്ന നമസ്കാരങ്ങളിൽ പോലും അതാരംഭിച്ച് അവസാനിക്കുന്നതിന് മുമ്പായി എന്തുമാത്രം തവണയാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് അല്ലാഹുവാണ് വലിയവനാണെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി മതം പരിശീലിപ്പിക്കുന്നത്. അത് കേവലം പ്രഖ്യാപനങ്ങളിൽ പരിമിതപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമമാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ പ്രതിജ്ഞയായി സ്വീകരിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ കുടുംബവും പടച്ചവന്റെ പ്രീതിയും നേർക്കുനേരെ വരും. അവിടെ കുടുംബത്തെ അല്ല നമ്മൾ പ്രാമുഖ്യം നൽകി പരിഗണിക്കുക, പടച്ചവന്റെ പ്രീതിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതം കൊണ്ട് അതാണ് നമുക്ക് കാണിച്ചു തന്നത്. അവിടെ കൊണ്ടുപോയി ആരോരുമില്ലാത്ത ഇടത്ത് അവരെ നിവസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ, എന്റെ റബ്ബേ, എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക് അവിടെ ആരുമില്ലല്ലോ എന്ന് പരിതപിക്കുകയല്ല. അല്ലാഹുവിന്റെ പ്രീതിക്ക് അത് ആവശ്യമായിരുന്നു. അത് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. വളർന്നു വലുതായ പ്രിയപ്പെട്ട മകനെ ഏറ്റെടുക്കാൻ വേണ്ടി, ബലിയർപ്പിക്കാൻ വേണ്ടി പടച്ചവന്റെ കൽപ്പനയുണ്ടാകുമ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ അത് ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ട മകൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന കൽബിന്റെ കഷ്ടമായി നിൽക്കുന്നതാണ്. പക്ഷേ അതിനേക്കാൾ പ്രസക്തമാണ് പടച്ചവന്റെ പ്രീതി എന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് എല്ലാ അർത്ഥത്തിലും മാതൃകയായിട്ടുള്ളത്. നമ്മൾ നിർവഹിക്കപ്പെടുന്ന നമസ്കാരങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്മരിക്കാതെ കണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ല. അത് അത്രമാത്രം ധന്യമായ ജീവിതം. ആ പൈതൃകത്തിൽ വന്നുകൊണ്ട് പ്രവാചകന്മാരിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ കൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് ബാധ്യതയുണ്ട്. അത് ഏറ്റെടുക്കാൻ നാം ഒരുങ്ങുമ്പോഴാണ്, തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമികമായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പെരുന്നാളിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി എന്ന് പറയുന്നത് സൃഷ്ടാവായ നാഥൻ അവനെ വലിയവനായി കണ്ടുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം ജീവിതാന്ത്യം വരെ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ സാധിക്കുക എന്നതാണ്. അതിൽ പരാജയപ്പെടാതിരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടാവണം, അധ്വാനങ്ങൾ ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഒന്നുകൂടെ പറയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹം വെറുതെ ഇരിക്കുന്ന,
നിശബ്ദനായിരിക്കുന്ന, ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു പ്രവാചകനായിക്കൊണ്ട്, ഒരു മനുഷ്യനായിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണുക സാധ്യമല്ല. അദ്ദേഹം കർമ്മബന്ധനങ്ങളിൽ സദാ ജാഗ്രതയോടുകൂടി സജീവമായി നിൽക്കുകയാണ്. അതാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹിസ്സലാമയും കൂടി പരിശുദ്ധമായ കഅബാലയം പടുത്തുയർത്തിയ സന്ദർഭം. എന്നിട്ടോ അതിന്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നും ഈ സൽക്കർമ്മം നീ കബൂൽ ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ചെയ്യാനുള്ളത്, നമ്മൾ നിർവഹിക്കപ്പെടുന്ന ഓരോ നന്മകൾക്ക് പിന്നാലെയും ഞങ്ങളുടെ പടച്ചവനെ ഞങ്ങളിൽ നിന്നും ഇത് കബൂൽ ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ കർമ്മധന്യമാക്കുക എന്ന സന്ദേശം കൂടി ഇബ്രാഹിം നബിയിൽ നിന്ന്, ഇസ്മായിൽ നബിയിൽ നിന്ന്, ഹാജറിൽ നിന്ന്, ലോകഗുരുവായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. അവിടെ പരാജയപ്പെടാൻ പാടില്ല, അവിടെ നമ്മൾ പ്രയാസപ്പെടാൻ പാടില്ല, അമാന്തിച്ച് അന്തിച്ചു നിൽക്കേണ്ടതില്ല. ഏറ്റവും സജീവമായ ഖുർആൻ അത് പറഞ്ഞു, മത്സരിക്കുന്നവർ കത്തു നിൽക്കാതെ കണ്ട് നന്മയിൽ മത്സരിക്കട്ടെ എന്ന പ്രഖ്യാപനം. ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ പെരുന്നാളിന്റെ സുന്ദരമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ജീവിതധന്യമായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമയുടെയും ആദർശപൂർണമായ ജീവിതം, വിട്ടുവീഴ്ചയില്ലാത്ത ആദർശം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും. യാതൊരു വിട്ടുവീഴ്ചയില്ല, അല്ലാഹുവിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടുള്ള ഒരു ജീവിതമില്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഖുർആൻ പരിശോധിക്കുമ്പോൾ ആദ്യമായി നിർവഹിക്കപ്പെടുന്ന പ്രവാചകൻ ഒരു പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയായിരുന്നു. എന്റെ നമസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം പടച്ചവന് വേണ്ടിയാണ്. റബ്ബേ, നിന്റെ പ്രീതിയിലാണ്, പൊരുത്തത്തിലാണ്, സ്നേഹത്തിലാണ്, കാരുണ്യത്തിലാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥനയാണ്, പടച്ചോനെ, ഞങ്ങളെ രണ്ടുപേരെയും പൂർണ്ണാർത്ഥത്തിൽ നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന മുസ്ലിമീങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ പിൽക്കാല തലമുറയിൽ നിന്ന് നിനക്ക് പൂർണ്ണാർത്ഥത്തിൽ കീഴൊതുങ്ങി ജീവിക്കുവാൻ തയ്യാറുള്ള തലമുറകളെ നീ സൃഷ്ടിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഹജ്ജിനു വേണ്ടി ആളുകളെ വിളിക്കുകയാണ്, ലക്ഷക്കണക്കായ ആളുകൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബിയെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ഒട്ടേറെ ഡിസീസുകൾ നമുക്ക് തയ്യാറാക്കാനുള്ള അത്രയും വിഭവങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പന്നമായ ഇസ്ലാമിക ആദർശ ജീവിതം അത് നമ്മൾ ഏറ്റെടുക്കണം. പെരുന്നാൾ നേരത്തെ പറഞ്ഞതുപോലെ ആഘോഷിക്കുവാനുള്ളതാണ്, പരിധി വിട്ട ആഘോഷങ്ങളല്ല. ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ ശീലമാക്കാൻ, അതല്ലെങ്കിൽ തുടക്കം കുറിക്കാനുള്ള ആഘോഷങ്ങളുമല്ല. ഇസ്ലാം അത് കണിശമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ആഘോഷഘട്ടത്തിലായിരുന്നാലും അല്ലാത്ത സന്ദർഭത്തിലായിരുന്നാലും പടച്ചവനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടുള്ള സംഗതിയില്ല. ഹറാമായ ഒരു കാര്യം പെരുന്നാളാകുന്നു എന്നതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഹലാലായി തീരുന്നില്ല. പ്രത്യേകിച്ച് വിശദമായി പറയേണ്ടതില്ല, നിങ്ങൾക്ക് എങ്ങോട്ടും അതിനെ നമുക്ക് ചേർത്ത് വെക്കാവുന്നതും പരിശോധിക്കപ്പെടാവുന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ ശീലമാക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു തിന്മ ഇന്ന് ശീലമാക്കിയാൽ ഇബ്രാഹിം നബിയോടെന്നല്ല, ദീനിനോടെന്നല്ല, നാം ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കുന്നത് നമ്മളോട് തന്നെ ആയിരിക്കുമെന്നാണ്. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ. നിങ്ങൾ നന്ദിയുള്ളവരായി മാറുമ്പോൾ ആ നന്ദി നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ നിഷേധികളായി മാറുമ്പോൾ അറിയണം, കാത്തിരിക്കുന്ന ശിക്ഷ അത് കഠിനമേറിയതാണ്.
കാത്തിരിക്കുന്ന കഠിനമേറിയ ശിക്ഷയിലേക്ക് ആനയിക്കപ്പെടാൻ നിമിത്തമായിട്ടുള്ള ഒന്നിനെയും ചേർത്ത് വെക്കാൻ ഈ സുന്ദരമായ സുദിനത്തെ നമ്മൾ ദുരുപയോഗിക്കരുത് എന്ന് പ്രത്യേകിച്ച് അടിവരയിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട്, അതുപോലെ തന്നെ സഹോദരന്മാരോട്, സഹോദരികളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഏറ്റെടുക്കാനുള്ളത് ഈ പരിശുദ്ധമായ ദീനിന്റെ ഉത്തരവാദിത്തങ്ങളാണ്, സന്ദേശങ്ങളാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവിടെ എല്ലാ ഘട്ടത്തിലും വലിയവനായിക്കൊണ്ട് പടച്ചവൻ തന്നെ നിൽക്കണമെന്ന തീരുമാനം അത് നിരന്തരമായി പ്രഖ്യാപിക്കുന്ന ഘട്ടം, അതാണ് ഇസ്ലാമിന്റെ പെരുന്നാളിന്റെ, പ്രത്യേകിച്ച് ഈദുൽ അദ്ഹ സുദിനത്തിന്റെ സവിശേഷമായ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയാം. പിന്നെ സ്നേഹമാണ്, കാരുണ്യമാണ്, സൗഹാർദ്ദമാണ്, സ്നേഹ കൈമാറ്റങ്ങളാണ്. പ്രവാചകൻ പെരുന്നാളിനെ സമ്പന്നമാക്കി, ധന്യമാക്കി. എങ്ങനെ? സ്നേഹം കൈമാറിക്കൊണ്ട്, സ്നേഹം സ്വീകരിച്ചുകൊണ്ട്, പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട്, ചേർത്തു പിടിച്ചുകൊണ്ട്. യാ യുഹന്നാസ്, ഇസ്ലാം കണിശമായി അവിടെ ചേർത്ത് വെച്ച വചനമാണ്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നാണ്, ഒരു പെണ്ണിൽ നിന്നാണ്. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു പോരുന്ന പ്രപഞ്ചനാഥനായ റബ്ബ് മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒന്നാണ്. കാലുഷ്യങ്ങളിൽ ഏർപ്പെടേണ്ടവരല്ല, കലാപമുണ്ടാക്കേണ്ടവരല്ല, കലഹിക്കേണ്ടവരല്ല, പരസ്പരം ചേർന്ന് നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന ഈ സന്ദേശം പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് ഓർക്കാതെ കണ്ട് മുന്നോട്ട് പോവുക സാധ്യമല്ല. പിന്നെന്താ പറഞ്ഞത്? ഖുർആൻ ചേർത്ത് പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി, വംശങ്ങളാക്കി, വർഗങ്ങളാക്കി, ഭാഷകൾ, ദേശങ്ങൾ, അങ്ങനെ വൈജാത്യങ്ങൾ ഏറെ വെച്ചു. എന്തിനാണ്? കലഹിക്കാൻ വേണ്ടിയല്ല, ലിതആറഫു, തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റഹ്മാനായ റബ്ബിങ്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ മുത്തഖിയായ കൂട്ടത്തിലെ ആളുകളാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ മുത്തഖീകളാണ് എന്ന് ചേർത്ത് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ നമുക്ക് പെരുന്നാളിന്റെ സുദിനം എല്ലാ വിഭാഗം ആളുകളുമായി ചേർത്ത് നിൽക്കേണ്ടതുണ്ട്, അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതുമുണ്ട്. അങ്ങനെ സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ, ഒരുമയിൽ, ഐക്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നൊമ്പരപ്പാടുകളുമായി ജീവിതത്തിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ മാതാക്കളായി, പിതാക്കളായി, ഉറ്റവരായി, ഉടയവരായി, സ്നേഹധന്യമായി അങ്ങനെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു സാഹചര്യം കൂടി പെരുന്നാളിലും തുടർന്നുള്ള ദിനങ്ങളിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. പട്ടിണി കിടക്കുന്ന, വേദനിക്കുന്ന, രോഗം കൊണ്ട് വലയുന്ന എമ്പാടും ആളുകളുള്ള ഒരു സമൂഹമാണ്. രോഗങ്ങളൊക്കെ വലിയ സങ്കീർണമായ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ട ഒരു കാലവും കൂടിയാണ്. പുരയും പുരയിടവും എല്ലാം തന്നെ വിറ്റ് തീർത്താലും പൂർണ്ണാർത്ഥത്തിൽ ചികിത്സ പൂർത്തീകരിക്കാൻ പറ്റാത്ത പടച്ചവനെ കാത്തു രക്ഷിക്കണമേ എന്ന് താഴ്മയോടുകൂടി പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു ലോകക്രമത്തിൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ നാം മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സഹായ ഹസ്തങ്ങൾ നീട്ടാനും പരസ്പരം ചേർത്ത് വെക്കാനും ഒക്കെ പെരുന്നാളിന്റെ സുദിനത്തെ നാം ഉപയോഗിക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഒരു മാർഗങ്ങളിലൂടെ പുറപ്പെട്ട് മറ്റൊരു മാർഗത്തിലൂടെ തിരിച്ചെത്തുന്ന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ധന്യമായ പെരുന്നാളിന്റെ സ്മരണ പല വീടുകളിലായി, കുടുംബങ്ങളിലായി, അണുകുടുംബങ്ങളായി പിരിഞ്ഞു ജീവിക്കുമ്പോൾ നമ്മുടെ മാതാക്കൾ അവർ ഒരു സ്ഥലത്താണ്, പിതാക്കൾ മറ്റൊരിടത്താണ്. ചിലപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും, കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. നമ്മളൊക്കെ അവരിൽ നിന്ന് ഏറെ അകന്നാണ് ജീവിക്കുന്നതെങ്കിലും അവരെ വിളിക്കാനും ചേർത്ത് നിർത്താനും അവരെ ചേർത്ത് പിടിക്കാനും അവരെ തലോടാനും കഴുകാനുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പെരുന്നാളിലും തുടർന്നുള്ള മിക്ക ദിനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിനങ്ങളിലും നാം ഉണ്ടാക്കിയെടുക്കുക എന്ന സന്ദേശം കൂടി ഈ പെരുന്നാളിന്റെ സന്ദേശമായി തന്നെ നാം തിരിച്ചറിയണം. അല്ലാഹു നമ്മുടെ എല്ലാവിധ നന്മകളും കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. നമ്മൾ ഒരാളെ ചെന്ന് കാണുമ്പോൾ അയാൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് ദുആ കൊണ്ടുള്ള വസിയത്താണ് അയാൾ പലപ്പോഴും നിർവഹിക്കുക. അപ്പൊ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ കടപ്പെടുകയാണ്. അതാരുമാകട്ടെ, ആ ദുആ പടച്ചവൻ
തള്ളാതിരിക്കാൻ പടച്ചവൻ നീ അനുഗ്രഹിക്കണമേ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സന്ദർഭം കൂടിയാണ്. അങ്ങനെ സ്നേഹവും ഐക്യവും ഒരുമയും കാരുണ്യവും സൗഹാർദ്ദവും എല്ലാം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു പെരുന്നാളായി ഈ പെരുന്നാൾ മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും കൃത്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. പടച്ചവൻ നമ്മുടെ എല്ലാവിധ നന്മകളും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അപാകതകളും പടച്ചവനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകണമേ റഹ്മാനെ. നിന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായി മുവഹ്ഹിദീങ്ങളായി ജീവിക്കുവാനും ജീവിതത്തിൽ നിന്ന് യാത്രയാകുവാനും തൗഫീഖ് ലഭിക്കുന്നവരിൽ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഭാര്യ മക്കളെ, കൂട്ടുകുടുംബാദികളെ, സ്നേഹജനങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി ആശുപത്രികളിൽ വീടുകളിൽ ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് പടച്ചവനെ. അവിടെ എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് രോഗങ്ങൾക്ക് റഹ്മാനായ റബ്ബേ നീ ശമനം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനവും സമാശ്വാസവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളെപ്പോലെ ആഘോഷിക്കുവാൻ ആഗ്രഹമുള്ള എന്നാൽ സൗകര്യപ്പെടാതെ ആശുപത്രികളിൽ വീടുകളിൽ ചികിത്സയിൽ ജയിലറകളിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഏറെ ആളുകൾ പടച്ചവനെ, അവർക്കെല്ലാവർക്കും നീ സമാധാനം പ്രദാനം ചെയ്യണമേ അല്ല. അവിടെ എല്ലാവരുടെയും തെറ്റുകൾ കുറ്റങ്ങൾ പോരായ്മകൾ അപാകതകൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി അവർക്കും ഞങ്ങൾക്കും സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ പെരുന്നാളുകളെ ഇനിയുമേറെ ഏറ്റെടുക്കാനും അനുഭവിക്കുവാനും ആഘോഷിക്കുവാനും ആയുസ് കൊണ്ട് ആരോഗ്യം കൊണ്ട് ആഫിയത്ത് കൊണ്ട് നീ ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين وصلى الله على أشرف الأنبياء والمرسلين والحمد لله رب العالمين.